ദേവസ്വം ബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ മാസം മുതൽ തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചില കാര്യങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം ചില പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായി. അതിനെയൊക്കെ മറികടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വൈകുന്നേരം 5 മണിക്ക് നവംബർ 15 വൈകുന്നേരം 5 മണിക്ക് നട തുറക്കും. പഴയ മേൽശാന്തി പടിയിറങ്ങുകയും പുതിയ മേൽശാന്തി അവരോധിക്കപ്പെടുകയും ചെയ്യും. വൃശ്ചികം 3 മണിക്ക് നട തുറക്കും. 1 മണിക്ക് നട ഉച്ചയ്ക്ക് അടയ്ക്കുകയും വീണ്ടും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് തുറന്ന് 11 മണിക്ക് അടയ്ക്കുന്നു. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത, കഴിഞ്ഞ പ്രാവശ്യം യഥാർത്ഥത്തിൽ നട തുറന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് 3 മണിയിലേക്ക് മാറ്റിയത്. 16 മണിക്കൂർ മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം നട തുറക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അത് 18 മണിക്കൂറാവുകയാണ്. 3 മണിക്ക് തുടങ്ങി 1 മണി വരെയും, നട തുറന്ന് 1 മണി വരെയും, ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് തുറന്ന് 11 മണി വരെയും. അത് 11 മണി എന്നുള്ളത് ചിലപ്പോൾ 11:15 വരെ 11:30 വരെയൊക്കെ ചിലപ്പോൾ പോകും. കാരണം ഭക്തരുടെ ഒരു ദർശന സൗകര്യത്തിന് വേണ്ടി. ഉച്ചയ്ക്ക് 1 എന്നുള്ളത് ചിലപ്പോൾ 1:30 വരെയൊക്കെ പോകും. ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ വ്രതം പിടിച്ച് മാലയിട്ട് നോമ്പ് പിടിച്ചെത്തുന്ന ഒരു ഭക്തരും തിരിച്ചു പോകാൻ ഇടവരില്ല എന്ന് ഞങ്ങൾ തുടക്കം മുതൽ നിന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ 80,000 നമ്മളിപ്പോൾ പരമാവധി എണ്ണം നിയന്ത്രിച്ചിരിക്കുന്നത്. അത് നിയന്ത്രിച്ചത് ഞങ്ങളുടെ മാത്രം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇടയ്ക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ ചില സംഭവവികാസങ്ങളുടെ ഭാഗമായി കോടതിയും പോലീസും ഒക്കെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് 80,000 ക്രമപ്പെടുത്തിയിരിക്കുന്നത്. 70,000 എന്നത് വെർച്വൽ ക്യൂവും 10,000 എന്നത് അവിടെ തത്സമയ ബുക്കിംഗ് സംവിധാനത്തിലേക്കുമാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. തത്സമയ സംവിധാനം. അപ്പോൾ ഈ തത്സമയ ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത, രണ്ടും തമ്മിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്പോട്ട് ബുക്കിംഗ് തമ്മിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പലപ്പോഴും നിങ്ങൾ ചോദിക്കും എന്താണ് സ്പോട്ട് ബുക്കിങ്ങും തത്സമയ എൻട്രി പോയിന്റ് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കും. അത് ഞാൻ അഡ്വാൻസിൽ നിങ്ങൾ പറഞ്ഞതാണ്. ഈ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നത് കേവലം ഒരു ഗേറ്റ് പാസ് മാത്രമായിരുന്നു. ഒരു 5 പേര് വന്നാൽ പ്രധാനപ്പെട്ട ഒരാളുടെ പേരും നമ്പരും ഒക്കെ എഴുതി വെച്ച് ഒരു പാസ് കൊടുത്തു പോകുന്ന ഒരു സംവിധാനം പെട്ടെന്ന് ആയിരുന്നു. ഇത് ഞങ്ങൾ തത്സമയ ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ ആധാറിന്റെ കോപ്പി, ആധാറിന്റെ കോപ്പിയോ ആധാറിന്റെ നമ്പർ, അതിനാണ് ആധാറിന്റെ കോപ്പി, ആധാറിന്റെ നമ്പർ നമ്മൾ വാലിഡേറ്റ് ചെയ്യും. ഒരു ഫോട്ടോ ഞങ്ങൾ അവിടെ വെച്ചെടുക്കും. അപ്പോൾ അത് തികച്ചും വെർച്വൽ ക്യൂ പോലെ തന്നെ ഒരു ആധികാരികമായ രേഖയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചില ദിവസങ്ങളിൽ പാർക്കിംഗ് നിറഞ്ഞു കവിഞ്ഞതിന്റെ ഭാഗമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് നിലയ്ക്കലെ പാർക്കിംഗ് കഴിഞ്ഞ പ്രാവശ്യം 7,500-8,000 ആയിരുന്നത് 2,000 വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള ഒരു താൽക്കാലിക സംവിധാനങ്ങൾ കൂടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 2,000 താൽക്കാലികമായിട്ടുള്ള സംവിധാനം അധികമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിലയ്ക്കൽ തന്നെ ഏതാണ്ട് 10,000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പമ്പയിലേക്കൊരു വാഹന പെർമിഷൻ ഉണ്ടായിരുന്നില്ല നട തുറക്കുമ്പോൾ. പിന്നീട് ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മാസപൂജയ്ക്ക് ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചത്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ മണ്ഡല മകരവിളക്ക് മഹോത്സവ സമയത്തേക്ക് കൂടി അനുവദിച്ചു തരണം എന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചു. കോടതി ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇന്നലെ പെർമിഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഒരു 1,500 വണ്ടികൾക്ക് കൂടി, ചെറിയ വാഹനങ്ങൾക്ക് കൂടി പമ്പയിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ചക്കുവാലൻ 2-ലും ഹിൽ ടോപ്പിലും ഒരു 1,500 ചെറിയ വാഹനങ്ങൾക്ക് കൂടി പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇന്നലെ നമുക്ക് പെർമിഷൻ കിട്ടിയതാണ്. ചക്കുവാലൻ 2 ഹിൽ ടോപ്പ് 1,500 ചെറിയ വാഹനങ്ങൾ നിറഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് പിന്നെ നിലയ്ക്കലിൽ തന്നെ പിന്നെ. കൂടാതെ നേരത്തെ ഇവിടെ മെമ്പർ പറഞ്ഞതുപോലെ എരുമേലിയിൽ ഞങ്ങൾക്ക് സാധാരണ ദേവസ്വം ബോർഡിന്റെ കൂടെ പാർക്കിംഗ് സെന്ററുകളുണ്ട്, ആ സ്കൂൾ ഗ്രൗണ്ടിലും ഒക്കെ ആയിട്ട്. കൂടാതെ ഭവന നിർമ്മാണ ബോർഡിന്റെ ഒരു 6.5 ഏക്കർ ഉണ്ടായിരുന്നു.
അത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥ നിർദ്ദേശത്തിനനുസരിച്ച് ഞങ്ങൾ ഭവന നിർമ്മാണ ബോർഡിനോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ലീസിന് ചോദിച്ചു. അവർ തന്നെ ഞങ്ങൾ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു വേണ്ട, ഞങ്ങളിത് എല്ലാ സംവിധാനങ്ങളും എയർപോർട്ട് ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാം. അങ്ങനെ അവരത് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 6.5 ഏക്കർ. അത് പാർക്കിംഗ് ഫീസ് കാണുമല്ലോ, സ്വാഭാവികമല്ലേ. കാരണം ഇതിന്റെ ഒരു ബാക്കി എക്സ്പെൻസും ഒക്കെ ഉണ്ടാവും. ദേവസ്വം ബോർഡ് അവരുടെ പാർക്കിങ്ങിന് വേണ്ടി ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ട് എരുമേലിയിൽ ക്രമം. ആ ദേവസ്വം ബോർഡ് ക്രമം തന്നെ ആയിരിക്കും. അങ്ങനെ അവിടെ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഈടാക്കുന്നത് മാത്രമേ ചാർജ് മാത്രമേ അവിടെയുള്ള കുറേ പ്രൈവറ്റ് പാർക്കിംഗ് സെന്ററൊക്കെ ഉണ്ട്. അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 6 ഏക്കറിൽ എന്തായാലും ഒരു 12,000 വാഹനങ്ങൾ എന്തായാലും പാർക്ക് ചെയ്യാൻ നമുക്ക് സംവിധാനം ഉണ്ടാവും. അപ്പൊ അതോടുകൂടി പാർക്കിങ്ങിന്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.